വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. 69 സങ്കീർത്തനത്തിൽ ദാവീദ് ദുഃഖവും ഉപദ്രവവും അനുഭവിക്കുന്ന വിശ്വാസിയുടെ ഹൃദയവേദനയും ദൈവത്തോടുള്ള ആകുലതയും പ്രതിഫലിപ്പിക്കുന്നു. ഇതിൽ ദാവീദിൻ്റെ ദൈവത്തോടുള്ള പ്രതീക്ഷ, ദൈവരക്ഷയുടെ ആഗ്രഹം എന്നിവ തുറന്നു പറയുന്നു. ഈ സങ്കീർത്തനം മിശിഹായെ സംബന്ധിക്കുന്നവ ഉൾക്കൊള്ളുന്നതും യേശുവിൻ്റെ കഷ്ടതകളെ മുൻകൂട്ടി സൂചിപ്പിക്കുന്നതുമാണ്. കാരണം കൂടാതെ എന്നെ എതിർക്കുന്നവർ എൻ്റെ തലമുടി ഇഴകളേക്കാൾ കൂടുതലാണ്. എന്നെ നശിപ്പിക്കാൻ ഒരുങ്ങിയവർ, നുണ കൊണ്ട് എന്നെ ആക്രമിക്കുന്നവർ പ്രബലരാണ്. ഞാൻ മോഷ്ടിക്കാത്തത് തിരിച്ചു കൊടുക്കാനാവുമോ? സങ്കീർത്തനം 69 അധ്യായം 4 തിരുവചനം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15 അധ്യായം 25 തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: അവർ കാരണം കൂടാതെ എന്നെ വെറുത്തു എന്ന് അവരുടെ നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന വചനം പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത്. അങ്ങയുടെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളഞ്ഞു. അങ്ങയെ നിന്ദിക്കുന്നവരുടെ നിന്ദനം എൻ്റെ മേൽ നിപതിച്ചു. സങ്കീർത്തനം 69 അധ്യായം 9 തിരുവചനം. ഈ തിരുവചനം യേശുവിൻ്റെ കുരിശുമരണത്തിൻ്റെ സമയത്തെ വിവരിക്കുന്ന വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കാണാം. അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളയും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അനുസ്മരിച്ചു. യോഹന്നാൻ 2 അധ്യായം 17 തിരുവചനം. ഭക്ഷണമായി അവർ എനിക്ക് വിഷം തന്നു, ദാഹത്തിന് അവർ എനിക്ക് വിനാഗിരി തന്നു. സങ്കീർത്തനം 69 അധ്യായം 21 തിരുവചനം. ഇത് മറ്റൊരു വിധത്തിൽ യേശുവിൻ്റെ കുരിശുമരണത്തെ വിവരിക്കുന്ന യോഹന്നാൻ്റെ സുവിശേഷം 19 അധ്യായത്തിൽ കാണാം. ഒരു പാത്രം നിറയെ വിനാഗിരി അവിടെ ഉണ്ടായിരുന്നു. അവർ വിനാഗിരിയിൽ കുതിർത്ത ഒരു നീർപ്പഞ്ഞി ഹിസോപ്പ് ചെടിയുടെ തണ്ടിൽ വെച്ച് അവൻ്റെ ചുണ്ടോടടുപ്പിച്ചു. യോഹന്നാൻ 19 അധ്യായം 29 തിരുവചനം. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.